പെരുമ്പാവൂരിൽ UDF സ്ഥാനാർത്ഥി മനോജ് മുത്തേന്റെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. UDF അംഗങ്ങൾ ഇവിടെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പെരുമ്പാവൂർ ഇന്ദിരാഭവന് മുമ്പിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. 35,000-ന് മുകളിലായിട്ടുണ്ട് ഇപ്പോൾ ലീഡ് നില. ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി. നമ്മുടെ ആഘോഷങ്ങളെല്ലാം പെരുമ്പാവൂർ തുടങ്ങി കഴിഞ്ഞ് 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണത്തിന് ഒരു അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ദുരിതത്തിന് അവസാനം കുറിച്ചുകൊണ്ടുള്ള നല്ലൊരു ഭരണം UDF കാഴ്ചവെക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം കേരളത്തിലെ ജനങ്ങളുണ്ട്. അതാണ് ഈ വിജയത്തിന് മുഖ്യമായ കാരണം. ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്ന വിജയമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചതിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിച്ചത്. തീർച്ചയായും പ്രതീക്ഷിച്ച വിജയമാണ്. മൊത്തത്തിൽ UDF തരംഗാണല്ലോ. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. എല്ലാ സ്ഥലത്തും പോലെ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിണറായി സർക്കാരിൻ്റെ അഴിമതി ഭരണത്തിനെതിരായിട്ട് ജനങ്ങൾ എഴുതിയ ഒരു വിധി എഴുത്തായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. പൂരി വെച്ച കൂട്ടരെല്ലാം പോയി ഏറെ മികച്ചൊരു വിജയം മനോജിനെ നേടി. UDF നേടി. കണ്ടുവെച്ച ഗുണങ്ങളെല്ലാം കൊള്ളയായി പോയി. ഉള്ളുവിലയായവരോ എതിരായി പോയി. നാട്ടിലെ ചീതനു നായകനായുണ്ട്. പെരുമ്പാവൂരിൽ മുന്നിലെന്ന് വിജയം ചൂടിക്കൊണ്ട് പിന്നാലെ പെരുമ്പാവൂരിൽ കടുത്ത ത്രികോണ മത്സരം തന്നെയായിരുന്നു നടന്നിരുന്നത്. വളരെ ആകാംക്ഷയോടുകൂടിയും ഉത്കണ്ഠയോടുകൂടിയും എല്ലാം കാത്തിരുന്ന ഒരു മണ്ഡലം തന്നെയാണ് പെരുമ്പാവൂർ. അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി മനോജ് മുത്തേൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഒരുപാട് ആശങ്കകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. എന്നിരുന്നാലും ഫലം വന്നു കഴിഞ്ഞപ്പോൾ UDFൻ്റെ വിജയം ഉറപ്പിച്ച് തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.